എൻ്റെ പേര് ഹിരൻ. അറിഞ്ഞ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയുള്ള യാത്ര, അറിവിൻ്റെ നിറകുടം തേടിയുള്ള യാത്ര, അറിവിൻ്റെ ഇന്ദ്രജാലത്തിലേക്കുള്ള യാത്ര, അറിവിൻ്റെ ആറാം ഇന്ദ്രിയത്തിലേക്കുള്ള യാത്ര. എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ ചാനലായ സിക്സ്ത് സെൻസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ്. PSC, SSC, RRB പോലുള്ള പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ PSCയുടെ LDC പരീക്ഷകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ബോഡിയാണ് ഏത് എന്ന് പറയുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ, അതായത് മനുഷ്യാവകാശത്തിൻ്റെ ഇന്ത്യയിലെ കാവൽ നായ, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നൊക്കെ ആരെ പറയാം? നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറയാം. അതുപോലെ തന്നെ എന്താണ്, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? പാർലമെൻറ്റിൽ ഒരു ആക്ട് വഴി നിർമ്മിക്കപ്പെട്ടത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ ഒരു ആക്ട് വഴി നിയമിക്കപ്പെട്ട ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കമ്മീഷനാണ് ഏത് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1993 ഒക്ടോബർ 12 എന്ത് ചെയ്യുന്നത്? മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. പക്ഷേ ഇതിൻ്റെ നിയമം വന്ന ഡേറ്റ് ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28 നിയമപ്രകാരം 1993 ഒക്ടോബർ 12 എന്ത് നിലവിൽ വന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? മാനവ് അധികാർ ഭവനാണ്. ഡൽഹിയിലുള്ള മാനവ് അധികാർ ഭവനാണ് ഏതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും ചെയർമാനെയും അതുപോലെ അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്, അഥവാ പ്രസിഡൻ്റാണ് ആരെ നിയമിക്കുന്നത്? ഇവരെയൊക്കെ നിയമിക്കുന്നത്. ആരൊക്കെയെന്നാണ് ഞാൻ പറഞ്ഞതിപ്പോൾ? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അതുപോലെ തന്നെ അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്, അഥവാ രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിലേതാണോ ആദ്യമാവുന്നത്? അതായത് ഒരാളിപ്പോൾ 2 വർഷം ഇരുന്നു, 2 വർഷം ഇരുന്നിട്ട് അയാൾ 70 വയസ്സായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു. അല്ലെങ്കിൽ 3 വർഷമാണ് ആദ്യമാവുന്നതെങ്കിൽ അത്. ഈ പറഞ്ഞ കണ്ടീഷനിൽ ഫസ്റ്റ് ഏതാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതാണ് എന്ത് കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ മലയാളി എന്ന് പറയുന്നത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തിയും KG ബാലകൃഷ്ണനാണ്. അങ്ങനെ നോക്കുമ്പോൾ KG ബാലകൃഷ്ണൻ്റെ പേരിൽ 2 കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് എന്താണ്? മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായ മലയാളി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷനായ അല്ലെങ്കിൽ അധ്യക്ഷ പദവി വഹിച്ച വ്യക്തി. എന്താണ്? ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തി ആരാണ്? KG ബാലകൃഷ്ണനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് എവിടുന്ന് പഠിക്കാനുള്ളത്? മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇതിൽ പഠിക്കാനുള്ളത്. ഇതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രത്യേകത. ഇതുപോലെ തന്നെ എന്താണ്, നമ്മുടെ സംസ്ഥാനത്തും എന്തുണ്ട്? മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. കേരള സംസ്ഥാനത്തും മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 1998 ഡിസംബർ 11
1998 ഡിസംബർ 11. ഇതിൽ ചെയർമാൻ ഉൾപ്പെടെ 3 പേരാണുള്ളത്. ചെയർമാൻ ഉൾപ്പെടെ 3 പേര്. ഇതിലാരാണ് അംഗങ്ങളെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഗവർണറാണ്. കാരണം നമുക്കറിയാം പലപ്പോഴും പ്രസിഡന്റിന് ഈക്വലായൊരു പദവി എന്താണ്? ഗവർണറാണ്. പക്ഷേ ഇതാരാണ് നീക്കം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റാണ്. അതായത് നിയമിക്കുന്നത് ഗവർണറും നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റുമാണ്. അപ്പോൾ ഇത് മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. ചിലർ രണ്ടും പ്രസിഡന്റാണ് എന്ന് എഴുതാം, പക്ഷേ അല്ല, നിയമിക്കുന്നത് ഗവർണറും അതുപോലെ തന്നെ നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റാണ്. ഇവരുടെയും കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാലാവധി തന്നെയാണ് ഇവിടെയുള്ളത്. ഒന്നെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. ജസ്റ്റിസ് MM പരീത് പിള്ളയാണ് ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം തിരുവനന്തപുരമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും കുറിച്ച് പഠിച്ചു. ഇതൊക്കെ PSCക്ക് വരാൻ സാധ്യതയുള്ള കമ്മീഷൻസിൽ ഒന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ക്ലാസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലാസ്സിൽ കൃത്യമായിട്ട് കാണുക, അതിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇതുപോലെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.